ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ലൈനിങ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ 1 മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ച് കണ്ടോ, ഇതുപോലെ പകുതിയായി മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇത് നമ്മുടെ തുണിയുടെ താവിൽ വരുന്ന കണ്ടോ ഈ ഒരു ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മുടെ ലെങ്ത്ത്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് 14 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഈ ഒരു ഷോൾഡർ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 6 ഭാഗം 6 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത്. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 6 ഇഞ്ച്. കേട്ടോ, ഇവിടെയും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയും. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെൻ്റ് ആണ്. 36 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40ൻ്റെ 4 ഭാഗം 10 ഇഞ്ച്. കണ്ടോ, 10 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 31.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.75 ഒരു പോയിന്റുമാണ് വരിക. അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 7.75 8.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ കേട്ടോ, ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ നേർപകുതി 3 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ആം ഹോൾ റൗണ്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ആം ഹോൾ നമ്മൾ വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്കിത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഇത് തുന്നത്തുണി. ഇവിടെ നിന്ന് നമ്മൾ ഇനി റൗണ്ടിൽ നമ്മൾ ഇതുപോലെ ടേപ്പിൽ പിടിക്കുക. നമുക്കിത് 8 ഇഞ്ചാണ് കിട്ടേണ്ടത്. ആ ഒരു 8 ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിന് ഇതുപോലെ പിടിച്ചാൽ ഇവിടെ കണ്ടോ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് കിട്ടിയത്. കണ്ടോ, ഈ ഒരു 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗത്തു നിന്ന് 4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ 8.25 മാർക്ക് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് കുറച്ച് 8.25 മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തത് നമ്മൾ 2.25 ഇഞ്ചാണ്. കണ്ടോ, 2.25. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. കണ്ടോ, 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ബാക്ക് ഡാർട്സിന് വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. കേട്ടോ, ഈ ഒരു ഡാർട്സിൻ്റെ ഉയരം നമുക്ക് വരുന്നത് 4 ഇഞ്ചാണ്. നമ്മൾ ഡാർട്സിൻ്റെ ഉയരം ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ, ഡാർട്സ് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെ നമുക്കൊരു 3.25 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു അകലം വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഇറക്കം കൂടുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ, ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. കേട്ടോ, ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെ വെക്കുക. നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ പരമാവധി മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക. കേട്ടോ ഇതുപോലെ കയറ്റി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കെയിലിനെ നമ്മൾ നേരെ കുത്തനെ ഇതുപോലെ വെക്കുക. കേട്ടോ ആ ഒരു മാർക്ക്, ഈ ഒരു മാർക്ക് നമ്മൾ 1/4 ഇഞ്ച് വെച്ചത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുണിക്ക് വേണ്ടിയാണ്. നമ്മൾ ഇവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുത്തത് 2.25 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 3 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. കണ്ടോ ആ ഒരു വൈഡ് നമ്മൾ കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുണിക്ക് വേണ്ടിയാണ് ആ ഒരു 1/2 ഇഞ്ച്. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ചാണ്. ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ 5.25 മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു അളവ് കറക്റ്റായി കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ബാക്ക് ഡാർട്സിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 3/4 ഇഞ്ചാണത്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ പ്രിൻസസ് കട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഇവിടെ 3/4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഇതുപോലെ വരുന്നു. ഇവിടെ നമ്മൾ ബാക്ക് പീസ് നമ്മൾ 1.25 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. ആ ഒരു 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടോ ഈ ഒരു 1.25 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ മാർക്കിങ്ങും ഈ ഒരു മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് വരും. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗവും കണ്ടോ നെക്കിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മുടെ ബാക്ക് പീസിന് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ ഇവിടെ നിന്ന് കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കണ്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങിൽ നമ്മളൊരു മാർക്ക് കൊടുക്കും. കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് കൊടുക്കുക, തയ്യൽ തുമ്പ്. എന്നിട്ട് നമ്മൾ 10 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടെക്ക് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്നൊരു 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ 4 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു 3.25 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ 3.25. ഇനി നമ്മളൊന്ന് ആം ഹോളിൻ്റെ ഈ ഒരു ഷേപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് കണ്ടോ ഈ ഒരു ആം ഹോള് ബാക്ക് പീസ് കട്ട് ചെയ്തതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരികയാണ്. കേട്ടോ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു മാർക്കുല ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് മുകളിലോട്ടൊരു ലൈൻ കൊടുക്കുന്നു. കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ഇതുപോലെ വരിക.
കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ മുകളിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ കേട്ടോ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കുന്നു. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു പീസ് കണ്ടോ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് പീസ് നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് കണ്ടോ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഭാഗം കണ്ടോ ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് പീസ് നമ്മൾ കണ്ടോ ഫ്രണ്ട് നമ്മുടെ ഈ ഒരു തീരെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ വരെ കണ്ടോ ഈ ഒരു പീസ് താഴോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ നെക്കൊന്ന് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ചെറിയൊരു പീസ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിന് നമുക്കിതിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ നേരത്തെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 2 സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കൈയുടെ താവ് വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കൈയുടെ താവ് വശം നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കുവാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിടും. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു താവിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 3.5 പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ കൈയുടെ ആം ഹോൾ ഭാഗത്ത് കൊടുക്കുന്ന ലൂസ് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 9 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 8 ഇഞ്ച്. ഇതുപോലെ ടേപ്പിനെ പിടിച്ച് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഈ ഒരു അല്പം തുണി നമുക്കത് പുറത്തെ ഭാഗത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ കൈയുടെ താവ് വശമുള്ള ലൂസ് എത്രയാണോ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും. ഈ ഒരു കൈയുടെ ഷേപ്പ് കണ്ടോ ഇതും നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിംഗ് കണ്ടോ. ഈ ഒരു ആം ഹോളിൻ്റെ അളവ് നമുക്ക് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഷോൾഡർ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ഈ ആം ഹോളിൻ്റെ മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മളിവിടെ ഒരു ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ 2 ഇഞ്ച് പഫിന് വേണ്ടി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും
എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കേട്ടോ, ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇതുപോലെ ചെറിയൊരു പഫാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് മാത്രം കൂടുതൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. സെൻറ്റർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കേട്ടോ, ഫ്രണ്ട് ഭാഗത്തു നിന്ന്. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.